പരിശുദ്ധാത്മാവിന്റെ സംസർഗം നിങ്ങളോടുകൂടി. ഈശോയിലും പരിശുദ്ധമായാലും ഏറ്റവും സ്നേഹത്തോടെ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിന്റെ ബലി നമ്മൾ അർപ്പിക്കുവാൻ യോഗ്യരാകും. എന്തെങ്കിലും കുറവുകളോ പാവങ്ങളൊക്കെ വന്നെങ്കിൽ ദൈവത്തോട് മാപ്പപേക്ഷിക്കണം. ദൈവമെല്ലാം ക്ഷമിക്കുന്നവരാണ്, എല്ലാം പൊറുക്കുന്നവരാണ്. വലിയ കാര്യം ഈശോ നമ്മെ പഠിപ്പിക്കും. നമ്മളും അതുപോലെ സ്വർഗീയ പിതാവ് ക്ഷമിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കണം. അപ്പോഴാണ് നമുക്ക് സ്വർഗരാജ്യം ലഭിക്കുക. നമ്മൾ ക്ഷമിച്ചില്ല എങ്കിൽ ഈ ഭൂമിയിലെ അധ്വാനം എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ക്ഷമയുടെ പാഠം നമ്മൾ ഒരിക്കലും ആരോടും കാണിച്ചില്ല എങ്കിൽ സ്വർഗീയ പിതാവ് നമ്മൾ ക്ഷമിക്കില്ല. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. സങ്കടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പല്ലുകടിയുടെയും അസ്വസ്ഥതയ്ക്ക് ഇടമായ നരകാഗ്നിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈശോ സ്വർഗത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നത് നിങ്ങൾ ക്ഷമിച്ച് സ്നേഹിച്ച് മുന്നേറുന്നതാണ്. ആ കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ മക്കളോ മാതാപിതാക്കളോ സഹോദരന്മാരോ ബന്ധുക്കളോ അയൽവാസികളോ ആരെങ്കിലും വേണ്ടാതിരിക്കുന്നതിന് അകൽച്ചയുണ്ടെങ്കിൽ അതെല്ലാം മാറും. അവർ വന്നുകൊണ്ട് വർത്താനം പറയുന്നത് കുറിച്ച് നമ്മളോട് ചെന്ന് വർത്താനം പറഞ്ഞ് ക്ഷമയുടെ സ്നേഹത്തിലെ വാത്സല്യത്താൽ നമ്മുടെ കുടുംബം എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. കാര്യങ്ങൾ നോക്കാം. തെറ്റുകൾ, പാപങ്ങൾ, ബലഹീനതകളെല്ലാം ഓർക്കാം. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെ, പ്രത്യേകിച്ച് മരിയ എന്ന മകളെ പ്രത്യേകം ഓർക്കുന്നു. അതുപോലെ എല്ലാ മക്കളെയും നീ വിവാഹവാർഷികവും നീ ബലിയിൽ പങ്കുചേരുന്ന ഓരോ കുടുംബത്തെയും ഈ ബലിയിൽ സമർപ്പിക്കുക. അവിടെ എല്ലാ യോഗങ്ങളും സമർപ്പിച്ച ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ, തെറ്റുകൾ, കഠിനമായ ഹൃദയങ്ങളെല്ലാം മാറ്റി മാംസളമായ ലോലമായ വിശുദ്ധമായ ഹൃദയം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നമുക്ക് ഒരുമിച്ച് പറ്റുമല്ല. സർവശക്തനായ ദൈവത്തോടും സഹോദരരെയും നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലോ പ്രവൃത്തിയാലോ വേഷയാലോ ഞാൻ വലിയേറെ പാപം ചെയ്തു. എൻ്റെ വിഴ എൻ്റെ വലിയ വിഴ ആകെയാണ്. ഇതിനെയായി വിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്തെ നമ്മെ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. സ്തുതിക്കുന്നു
ഒന്നാം വായന പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് 27-ാം അധ്യായം 30 മുതൽ 28 വരെ വാക്യങ്ങൾ. കോപവും ക്രോധവും മ്ലേച്ഛമാണ്, അവ എപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട്. തെറ്റുകൾ ക്ഷമിക്കുക, പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്ങനെ? മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്യുന്നതന്റെ ഉടമ്പടി അനുസരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. കർത്താവിന്റെ വചനം. കർത്താവ് പ്രയോജന സങ്കീർത്തനം. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. എന്റെ കർത്താവെ കർത്താവിനെ വാഴ്ത്തുക. എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവിനെ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയുന്നു. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരോടുള്ള അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നമ്മൾ ആരും തനിക്കു വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്കു വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. കർത്താവിൻ്റെ വചനം. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവ് നിങ്ങളോടുകൂടെ
വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. പത്രോസ് മുന്നോട്ട് വന്ന് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം. യേശു പത്രോസിനോട് ചോദിച്ചു, 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിങ്ങളെ. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരെ കണക്ക് തീർക്കുവാൻ ആഗ്രഹിച്ച രാജാവിന് സദൃശ്യമാണ്. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 കാലത്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവരവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവനത് വീട്ടുവാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അവനെയും ഭാര്യയും മക്കളെയും അവൻ സമസ്ത വസ്തുക്കളും വെച്ച് കടമേറ്റുവാൻ യജമാനൻ കൽപ്പിച്ചു. ആ സേവകൻ കാൽക്കൽ വീണ് നമസ്കരിച്ചു, പ്രഭോ, എന്നോട് ക്ഷമിക്കണം, എല്ലാം ഞാൻ തന്ന വീട്ടിലുണ്ട്. ആ സേവകന്റെ യജമാനൻ മനസ്സിലാക്കി അവനെ വിട്ടഴിക്കുകയും കടം ഇളവ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദിനാറ് നൽകാറുണ്ട്. തന്റെ സഹസേവകന്മാരെ കണ്ടു അവന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നേക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടമീടുന്നവരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിലുണ്ട്. സംഭവം പറഞ്ഞ മറ്റു സേവകന്മാർ വളരെയധികം സങ്കടപ്പെട്ടു. അവർ നടന്നതെല്ലാം യജമാനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവകൻ, നീ എന്നോട് കേണപേക്ഷിച്ചുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളവ് ചെയ്തു. ഞാൻ നിന്നോട് കാര്യം കാണിച്ചതുപോലെ നിന്റെ സഹസേവകന്മാരോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നവരെ അവനെ കാരാഗ്രഹ അധികാരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരന്മാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നതിനായെങ്കിൽ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. സ്നേഹം നിറഞ്ഞവരെ, പിതാവിൻ്റെയും പരിശുദ്ധമ്മയുടെ നാമത്തിൽ കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെ നമുക്ക് ഏറ്റവും പ്രയാസമുള്ള വാക്യമാണ്, സുവിശേഷമാണ് നമ്മൾ വായിച്ചത്. എങ്ങനെ ക്ഷമിക്കും, എങ്ങനെ പൊറുക്കും? ക്ഷമയുടെ നെല്ലിപ്പല കേട്ടിരിക്കുന്നത് പലപ്പോഴും മാതാപിതാക്കളെ, മക്കള് അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ പറയുന്നില്ല. ക്ഷമിക്കാമെന്നത് വളരെ ദൈവികമായ കാര്യം. പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഒരു ദാനമാണ് ക്ഷമയെന്ന് പറയുന്നത്. ആ സ്നേഹം കൊണ്ടെല്ലാം ക്ഷമിക്കാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കള്, ബന്ധുക്കൾ, ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ നമുക്ക് ക്ഷമിക്കാതെ പിന്നെ മിണ്ടാതെയോ മാസങ്ങളും വർഷങ്ങളും കൊല്ലങ്ങളും ഇണ്ടാതിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഈശോ പറയുന്നതാണ്, നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കണം. സ്വർഗത്തിലേക്ക് വരണമെങ്കിൽ ക്ഷമിക്കണം, സ്നേഹിക്കണം, എല്ലാവരും നന്ദിയോടെ പെരുമാറണം. ഈശോ ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ ക്ഷമിച്ചു ആരെങ്കിലും? ഈശോ ഇങ്ങനെ ആൽവരിയിൽ കുരിശ് കിടക്കുന്നു. അങ്ങനെയല്ലോ 12-ാം സ്ഥലത്ത് ഈശോയുടെ കുരിശ് മരിക്കാനൊക്കെ കിടക്കുന്നു. മരിക്കുന്ന മുമ്പായിട്ട് ഈശോ എല്ലാവരും ക്ഷമിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ആരോടെങ്കിലും പൊറുക്കുവാനോ ക്ഷമിക്കാനോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആ ക്ഷമിച്ചു. സ്വർഗത്തിൽ പോയിട്ടൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. കാരണം സ്വർഗത്തിൽ എത്തണമെങ്കിൽ തന്നെ ക്ഷമിക്കണം, എങ്ങനെ സ്വർഗത്തിൽ കയറ്റും. അല്ലെങ്കിൽ നരകത്തിൽ പോയി അവിടെ തീയും അഗ്നിയും തീ കൊണ്ടൊക്കെയാണ് നമ്മളവർക്ക് അറിയാം. വളരെ ഈശോ ക്ഷമിക്കുക. കാരണം ഈശോ ഒരു തെറ്റ് ചെയ്തില്ലല്ലോ, ഒരു പാപം ചെയ്തില്ല. പക്ഷേ ഈശോയെ മുറിവേൽപ്പിച്ചു, അതിശയിപ്പിച്ചു, കുറ്റം വിധിച്ചു, അവനെ കൊല്ലുക, ചാട്ടമാറും അടിച്ചു, മുൾക്കീഴ് ധരിപ്പിച്ചു, കയ്യിലാണി, കാലുകളാണി, ഇങ്ങനെ കുരിശൊക്കെ ചുമന്ന് എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ചുമന്ന ഈശോ ഒരു തെറ്റും ചെയ്തില്ല. എല്ലാ അവഹേളനങ്ങളും, എല്ലാ അതിശയവും, എല്ലാ തെറ്റിദ്ധാരണവും ഒക്കെ ഈശോ. എന്നിട്ട് ഈശോ എന്താ പറഞ്ഞത്? പിതാവേ, ഇവരൊക്കെ ക്ഷമിക്കണമെന്ന് ഈശോ. അപ്പൊ ഈശോ ക്ഷമയുടെ പാഠം ഈശോ മനസ്സിലാക്കി. അപ്പൊ ഈശോയുടെ മകനായിട്ട്, മകളായിട്ട്, ക്രിസ്ത്യാനികളായിട്ട് ഏറ്റവും നല്ല മക്കളായിട്ട് നാം ജീവിക്കുമ്പോൾ ക്ഷമിച്ചു പറ്റും. ക്ഷമിച്ചില്ല എങ്കിൽ ഒന്നും നമ്മൾ നേരില്ല. ക്ഷമിച്ചാൽ വലിയ ദൈവാനുഭവം. അപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ എത്രയും മനുഷ്യരൊക്കെയാണ് ക്ഷമയുടെ വലിയ പാഠങ്ങൾ കാണിച്ചത്. ഈ ഏതാനും വർഷങ്ങൾക്ക് പോയി നമ്മുടെ ഇറാനിൽ റോയൽ എന്ന് പറയുന്ന നഗരമുണ്ട്. ഇറാൻ എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ വലിയ സ്ഥലമാണ്. അവിടെ റോയൽ എന്ന് പറയുന്ന നഗരം. ആ നഗരത്തിൽ 17
സ്റ്റൂളിൽ ഇരുത്തേക്കണം. അവനെ തൂക്കിക്കൊല്ലാൻ വെച്ചേക്കണം. അവനെ തൂക്കിക്കൊല്ലണമെങ്കിൽ അവനിരിക്കുന്ന കസേരയെടുത്ത് മാറ്റും. ഈ കസേരയെടുത്ത് മാറ്റുന്ന ആരാണ്? ആരും അവനെ തൂക്കിക്കൊല്ലാൻ ആഗ്രഹിച്ചു ആ വ്യക്തി വന്ന കസേര മാറ്റും. അത് മാറ്റിയാണ് സലേമ എന്നൊരു അമ്മയാണ്. അപ്പം അമ്മ ഇങ്ങനെ നടന്ന് വരുമ്പോൾ എല്ലാവരും നോക്കിയിരിക്കും. അപ്പോൾ ഈ മകനെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചു. ഈ കസേരയെടുത്ത് മാറ്റാൻ അമ്മ വരുമ്പോൾ ഈ അമ്മയോട് ഈ മകൻ പറയുകയാണ്, അമ്മ എന്നോട് ക്ഷമിക്കമ്മേ, എന്നോട് പൊറുക്കമ്മേ. അമ്മ പറഞ്ഞ്, ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. കാരണം നാട്ടു റോട്ടിലിട്ട് നീ എൻ്റെ മകനെ കത്തി കൊന്നു. എൻ്റെ എല്ലാ പ്രതീക്ഷകളും, എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ മക്കളുടെയൊക്കെ പ്രതീക്ഷയാണ് 17 വയസ്സുള്ള മകൻ നീ കൊന്നത്. അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. ക്ഷമിച്ചാൽ എന്നോട് ലോകം പൊറുക്കില്ല. ആ അമ്മ തന്നെ വലത് കൈയോട് ആ മകൻ്റെ മുഖത്തൊരു അടി കൊടുത്തു. എന്നിട്ട് കസേര എടുത്ത് മാറ്റിയില്ല. പറയുന്നത്, ഞാൻ ഇതെങ്കിലും നിന്നോട് ചെയ്തില്ല എങ്കിൽ ലോകം എന്നോട് പൊറുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തൂക്കിക്കൊല്ലാതെ വെറുതെ വിട്ടു. നിങ്ങളുടെ സ്വന്തം മകൻ്റെ മരണം മുന്നിൽ കണ്ട അമ്മയുടെ ഏറ്റവും വലിയ പ്രതികാരമായിരുന്നു ആ അവനെ തൂക്കിക്കൊല്ലുന്നത്. കൊത്തുകേളം വിരിച്ചെങ്കിലും അമ്മ അവനെ കരുതാൻ കാണിച്ചു. നിങ്ങളുടെ തിരുസഭ മുഴുവനും നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവരും ക്ഷമിക്കണമെന്നാണ്. സഹോദരന്മാർ ക്ഷമിക്കണമെന്ന് വചനം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജനസിസ് ഉൽപ്പത്തി 33 യാക്കോബ് തന്റെ ജ്യേഷ്ഠനായ ഏസാവിനെ പറ്റിച്ചുകൊണ്ട് എല്ലാ സമ്പത്തും എല്ലാ അധികാരങ്ങളും എല്ലാം നേടിക്കൊണ്ട് ഓടി ഒളിക്കുകയാണ്. ചേട്ടൻ്റെ കൈ കിട്ടിയ കൊന്നുകളയും. കാരണം ഏസാവ് നല്ലതാണ്, ധൈര്യമുള്ളവരാണ്. യാക്കോബ് ചെറിയവനാണ്. പക്ഷേ ഈ യാക്കോബ് അദ്ദേഹം ഓടിയിട്ട് 40 വർഷമാണ് എൻ്റെ അമ്മായിയപ്പനായ ലാബാന്റെ വീട്ടിൽ പോയി കഠിനാധ്വാനം ചെയ്തു. 1-2 വട്ടമാണ് ജ്യേഷ്ഠനെ പറ്റിച്ചത്. പക്ഷേ 40 വർഷം അമ്മായിയപ്പൻ ഈ മരുമകനെ പറ്റിച്ചു. ഈ 40 വർഷം കഴിഞ്ഞ് തൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരിക. അപ്പൊ ഏസാവ് ഇങ്ങനെ തന്നെ കൊല്ലുമോ എന്നൊക്കെ യാക്കോബ് സഹോദരൻ പേടിയാണ്. പക്ഷെ വരുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ഏസാവ് കുറേ സ്വത്തുക്കളും ആടുമാടുകളും എല്ലാമായിട്ട് വന്ന് ഈ അനുജന്റെ സഹോദരൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ പേടിക്കാൻ കെട്ടിപ്പിടിച്ചപ്പോൾ അംഗീകളയുന്നത്. പക്ഷെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ യാക്കോബ് ജ്യേഷ്ഠന്റെ മുഖത്തേക്ക് ദൈവത്തിന്റെ മുഖം പോലെ ജ്യേഷ്ഠന്റെ മുഖത്തേക്ക്, ജ്യേഷ്ഠ അങ്ങയുടെ മുഖം ദൈവത്തിന്റെ മുഖം. പ്രിയമുള്ളവരെ, എല്ലാം പറ്റിച്ച് വഞ്ചിച്ചെടുത്തിട്ട് ഒന്നുമില്ലാത്തവനായ ഏസാവ് ഇങ്ങനെ ഒന്നുമില്ലാത്തവനായി നിൽക്കുമ്പോൾ അപ്പനോടൊക്കെ പോലെ, അപ്പ എൻ്റെ എല്ലാം നഷ്ടമായി, എന്തെങ്കിലും ചെറിയൊരു ഉപകാരം ഒരു സഹായം. അപ്പം പോലെ ഒന്നും തരാനില്ല മോനെ, എല്ലാം നിന്നെ അനിയൻ കൊണ്ടുപോയില്ലേ. ഈ അനുജനെയാണ് കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ച് വീണ്ടും ഒന്ന് സമ്പത്ത് കൊടുക്കും. അപ്പം പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അധികാരങ്ങൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ ക്ഷമിക്കാതെ മറക്കാതെ ഒക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ഈ ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിലെ 12 മക്കളുള്ള അപ്പനാണ് യാക്കോബ്. 12-ാമത്തെ ദിവസം അവരെല്ലാ സ്വപ്നങ്ങളും എല്ലാം ഭംഗിയായിട്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കും. മറ്റ് 11 സഹോദരന്മാർ ഇവരെ അസൂയയുടെ കാണുക. എല്ലാവർക്കും അപ്പനും അമ്മയ്ക്കും എല്ലാവർക്കും ഏറ്റവും ഇളയവൻ 12 കടിഞ്ഞു ഏറ്റവും ഇളയവനോട് മാത്രമേ ഇഷ്ടമാണ്. അതുകൊണ്ട് 11 പേര് കൂടി ഒട്ടകനെ കിട്ടും. അവസാനം റൂബൻ എന്ന സഹോദരനെ കൊല്ലണ്ട, ഈജിപ്തുകാർക്ക് വിൽക്കാം. ഈജിപ്തുകാർക്ക് അടിമയായി വിറ്റവൻ ഈജിപ്തിൽ പോയി പ്രധാനമന്ത്രി, രാജാവിൻ്റെ പ്രധാന. വർഷങ്ങൾക്ക് ശേഷം ഈ 11 സഹോദരന്മാരും മാതാപിതാക്കളൊക്കെ വരുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെ പ്രധാനമന്ത്രിയായിട്ട് വാഴുന്ന സഹോദരനാണ്, ഏറ്റവും ഇളയവനാണ്. അപ്പൊ പ്രിയമുള്ളവർ ഓർത്തുകൊള്ളുക, ദൈവം തന്നെ നേരത്തെ ജോസഫിനെ ഈജിപ്തിലേക്ക് വിട്ടു. തൻ്റെ സഹോദരന്മാരെ അപ്പനൊക്കെ വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ, ഗോതമ്പ് സമൃദ്ധമായിട്ട് കൊടുക്കാൻ വേണ്ടി നേരത്തെ ഈ ജ്യേഷ്ഠന്മാരൊക്കെ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഏറ്റവും ഇളയവനായ ഈ ജോസഫ്. നമ്മൾ ഓർക്കുക, ആരെല്ലാം വഞ്ചിച്ചാലും ആരെല്ലാം തള്ളിക്കളഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യത അവരെ ക്ഷണിക്കുമ്പോൾ പുറത്തും. ജോൺ പോൾ നമ്മുടെ മാർപ്പാപ്പയെ 4 വെടിയല്ലേ അലിയിക്കാനെ നമ്മൾ ക്ഷമിച്ചത്. മാർപ്പാപ്പ ജീവനിലേക്ക് വീണ്ടും വന്ന് ആ ജയിലിൽ ചെന്ന് അവരെ ക്ഷമിച്ചെന്ന് പറഞ്ഞില്ലേ. റാണി മരിയ കുരേറ്റ് പോലും 14 കുത്തേറ്റില്ലേ. തന്നെ കൊന്ന ആ ദുഷ്ടനായ മനുഷ്യൻ അലക്സാണ്ടർ പറഞ്ഞില്ലേ, അലക്സാണ്ടറെ ഞാൻ ക്ഷമിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യരാണ്, പൊറുക്കാനും മറക്കാനൊക്കെ പറ്റുള്ളൂ. പൊറുക്കാനും മറക്കുവാനും ക്ഷമിക്കാനൊക്കെ സാധിക്കും. ഈശോ യേശുക്കളെ ഒന്നേ പറയുന്നുള്ളൂ, മക്കളെ ക്ഷമിക്കും, പൊറുക്ക്, എങ്കിൽ അനുഗ്രഹിക്കണം. നമുക്ക് എന്തെല്ലാം ആരെല്ലാം പറഞ്ഞാലും ക്ഷമിച്ചില്ല എങ്കിൽ ഇന്നത്തെ 1-ാമത്തെ വായന കേട്ടെ, കോപവും ക്രോധവും അത് മ്ലേച്ഛതയാണ്, അത് ദുഷ്ടന്റെ കൂടെയാണെന്ന് പറയുക.
നീ പൊറുത്തില്ല എങ്കിൽ സ്വർഗസ്നായ പിതാവ് നിന്നോട് പൊറുക്കില്ല എന്ന് പറയും. സഹോദരനെ പൊറുക്കാതെ നീ പ്രാർത്ഥിച്ചാൽ കേൾക്കില്ല ഈശോ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് ക്ഷമിക്കുക, പൊറുക്കുക. ഈശോ കുരിശിൽ കിടന്ന് എല്ലാവരും ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാണ് കൃപ നൽകണം. പലപ്പോഴും നാം പാടും, ശവാശീലായ യേശുവേ, ശാന്തശീലായ യേശുവേ, കഠിനമായ എൻ്റെ ഹൃദയം മാംസമാക്കി മാറ്റണമേ എന്ന് പറയും. പക്ഷേ പൊറുക്കില്ല പറഞ്ഞത്. ഇപ്പം ഇന്ന് പലപ്പോഴും മറ്റേ ക്ഷമിക്കുന്ന പൊറുക്കുന്നതിന് ആരെങ്കിലും ഒരടി അടിച്ചാൽ അവനൊരു അടിയും കൊടുക്കും, ഒരു ചോക്ലേറ്റ് കൊടുക്കും. അങ്ങനത്തെ മനുഷ്യൻ. അല്ലെ ആരെങ്കിലും തന്നെ ഉപദ്രവിച്ചാൽ അവന് ശരിക്കും ഉപദ്രവിച്ചിട്ട് ഒരു കൊട്ട ആപ്പിൾ കൂടെ കൊടുക്കും. നീ ആശുപത്രി കിടക്കല്ലേ, നീ കഴിച്ചു കൊടുക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊന്നുമല്ല. നമ്മൾ ശത്രുവിനെ കൈവിട്ടുന്നവരെ കൈവിട്ടുന്നവരെ കണ്ണിട്ട് വന്ന കാണുന്ന അവരെല്ലാം നമുക്ക് ഈശോയുടെ അങ്ങനെ ഈശോ കുന്തം കയറ്റി കേട്ടു, തൻ്റെ നെഞ്ചത്ത് കുന്തം കയറ്റി, കൈരാണികൾ കയറ്റി. ഒക്കെ ദൈവമാണ്, മനുഷ്യനാണ്. എല്ലാം പുറത്തില്ലേ. നമ്മൾ എത്ര വേദനിപ്പിച്ചാലും എത്ര പ്രയാസപ്പെടുത്തിയാലും ക്ഷമിക്കുക. ദൈവം നമ്മെ രക്ഷിക്കുന്ന വലിയ പ്രത്യേകം. കാരണം ഒരിക്കലും ഞാനും നിങ്ങളൊക്കെ കർത്താവിൻ്റെ സ്വർഗസിംഹാസനം ചോദിക്കും, നീ ക്ഷമിച്ചോ, നീ പുറത്തോ എന്നൊക്കെ ഈശോ ചോദിക്കും. അപ്പോൾ ക്ഷമിക്കാൻ പറ്റിയില്ല ഈശോ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഏതാരക്കത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ ക്ഷമിച്ച് പുറത്ത് ജീവിച്ചാൽ സ്വർഗത്തിലേക്ക് വളരെ എളുപ്പത്തിൽ സന്തോഷത്തോടെ ഗമിച്ചാൽ ആ ഒരു കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ആരുടെങ്കിലും മനസ്സാ വാച കർമ്മ തെറ്റുകൾ ചെയ്തു പോയെങ്കിൽ അവർ ചെന്നവർക്ക് അവർ വന്ന് പറയാനൊക്കെ നമ്മൾ ചെന്നതിനെ ക്ഷമിക്കുക, പുറത്ത്. അങ്ങനെ വലിയ ദൈവത്തിൻ്റെ മകനായി നമ്മളെ പ്രാർത്ഥിക്കാം, എഴുന്നേറ്റിക്കാം. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രമാണം ഏറ്റുമില്ല. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിലെയും ഭൂമിയിലെയും ദൃശ്യമായ എല്ലാത്തിൻ്റെ സൃഷ്ടാവ് സർവശക്തനായ പിതാവിനെ വിശ്വസിക്കുന്നു. ഏകർത്താവ് ജാതനായ ഏകദൈവത്തിൽ എല്ലാ ഏകങ്ങൾക്കും പിതാവ് ചരിത്രമായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവം, പ്രകാശം പ്രകാശം, സർവ്വദൈവങ്ങളെ സർവ്വദൈവം, ജനിച്ചവരെ സൃഷ്ടിക്കുന്നത് പിതാവിനെ സത്യമാണ്. അവിടുന്ന് വഴിയെ സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യർക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ പരിശുദ്ധാത്മാവിനെ കന്യകാകാലത്ത് നമുക്ക് വേണ്ടി മനുഷ്യപ്പെടെ വിശ്വനുസരിച്ച് 3-ാം ദിവസം സ്വർഗത്തിലേക്ക് ആരോഗ്യം ചെയ്യുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും അവിടെ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ രാജ്യത്തിന് അവസരം ഉണ്ടാക്കി കർത്താവ് ജീവിതം പിതാവ് പുത്രപ്പെടുന്നു, പിതാവ് പുത്രപ്പെടുന്നു, ആരാധിക്കുക സ്തുതിക്കപ്പെടുന്നു, പ്രവാചകൻ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സർവ്വത്രിയും അപസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളെ ബഹുമാനായ ഏകദിവസം ഞാൻ മരിച്ചതിന് വരാനേക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്തു. ആമേൻ. പ്രിയമുള്ളവരെയും നമ്മുടെ എല്ലാ ആവശ്യവും സംബന്ധിച്ച കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കയറ്റും. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ, എല്ലാ കർദിനാൾമാർ, നമ്മുടെ വരാപ്രാതിനിധ്യ ജോസഫ് കളത്തുപറമ്പിൽ പിതാവ്, മറ്റെല്ലാ മതന്മാർ, വൈദിക സന്യാസികൾ, ആത്മാവിൽ ഉൾപ്പെടെ സഭയിൽ സ്നേഹത്താൽ കാത്തുകൊള്ളമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വലിയ സ്നേഹവും വാത്സല്യവും രാഷ്ട്രത്തെ നയിക്കുന്ന ഭരണാധികാരികൾ സത്യസന്ധയും വിശുദ്ധിയും നന്മയിലും ജനങ്ങളെ നയിക്കുവാൻ കൃപ നൽകണമേ കർത്താവ് പ്രാർത്ഥിക്കാം. കാരുണ്യങ്ങൾ ക്ഷമിക്കുവാനും ഓർക്കുവാനും മറക്കുവാനും അല്ലെങ്കിൽ സ്നേഹിക്കുവാനും ഒക്കെ അവസരം ഭംഗിയായി തന്നെ ശ്രമിക്കുക, സ്നേഹത്തോടെ പെരുമാറുക. അങ്ങനെ കാരുണ്യവാനായ പിതാവിൻ്റെ മകനായ മകളെ തരുന്നു നമ്മെ അനുഗ്രഹിക്കണമേ കർത്താവ് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെല്ലാം കൊറോണ രോഗികളെ സൗഖ്യപ്പെടുത്തണമേ. കൊറോണ ഭീതിയാൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ മക്കളെ ആശ്വസിക്കണമേ. എല്ലാവിധ രോഗങ്ങളിലും എല്ലാ കുടുംബങ്ങളെയും മക്കളെയും കാത്തുകൊള്ളണമേ എന്ന് നീറ്റ് എൻട്രൻസ് പരീക്ഷ എല്ലാ മക്കളെയും വിജയം നൽകിയ ഞങ്ങൾ ഓരോരുത്തർ വ്യക്തിയുടെ ആവശ്യം ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ മരിച്ചവരെ സുഖത്തെ സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ വേണമേ. പഠിച്ചു
സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാണിക്കകൾ അങ്ങ് കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും അങ്ങേ നാമത്തിൽ സ്തുതിക്കായി അർപ്പിക്കുന്നത് എല്ലാവരുടെയും രക്ഷയായ മാറ്റയായി ഞങ്ങളുടെ കർത്താവ് പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, എന്നും എന്നേരം അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നു. എന്തെന്നാൽ അവിടുന്ന് തന്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു സകലത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മൂലം ചെയ്തു. മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം നൽകി. പിതാവായ അങ്ങേ പക്കലേക്ക് ആരോപണം ചെയ്തുകൊണ്ട് സ്വർഗ്ഗകവാടം ഞങ്ങൾക്കായി തുറന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് എളിമയോടെ ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങൾക്ക് കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. വിരുഭവമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരെ ധന്യരുമാം. ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന 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 അത്യുന്നതങ്ങളിൽ ഹോശാന. ശക്തിയോടെ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കും. എല്ലാവരുടെ വിശ്വാസത്തെ അറിയുന്നത് എൻ്റെ മകനെ മകനെ നീ ഹൃദയോടെ ക്ഷമിക്കുക. ദൈവാനുഗ്രഹ സമ്മതമായ കർത്താവെ, ക്ഷമിക്കുവാൻ മറക്കുവാൻ പൊറുക്കുവാൻ ഈ എളിയ മക്കളായി ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനായ ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമായി അവിടെ ഒറ്റ കൊടുക്കപ്പെട്ടു സോനസാൽ പീഡാസഹിച്ചു. അപ്പവിടുത്തെ പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൈവച്ചു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത്
വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകെയും അടുത്തെയും മരണവും ഉയർപ്പും അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങേ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായി ഞങ്ങളെ അങ്ങനെയൊക്കെ തീർത്ത് നന്ദി പറഞ്ഞു. ജീവന്റെ അപ്പവും രക്ഷകരമായ മാത്രം ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കിടുന്ന ഞങ്ങൾ എല്ലാവരെയും പരിശുദ്ധാത്മാവിനെ ചേർന്നു. കർത്താവേ, ലോകം എങ്ങും നിലനിൽക്കുന്ന സഭയെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി, എല്ലാ കർദിനാളന്മാർക്ക് വേണ്ടി, ഞങ്ങൾ അതിലുള്ള ദക്ഷിണായ വിപതിയ ജോസഫ് പ്രതിഫലത്തിന് വേണ്ടി, മറ്റെല്ലാ മതങ്ങളും വൈദികം സന്യാസിനികൾ എല്ലാ ജനങ്ങളും പ്രസവം സ്നേഹത്തിലെ പൂർണ്ണതയെ കാത്തുകൊണ്ടു ഞങ്ങളുടെ കുടുംബത്തിൽ മനസ്സുമില്ലാതെ ഓർക്കണമേ. സുഖസന്നിധി സ്വീകരിക്കണമേ. ഈ എളിയവരായ ഞങ്ങളെയും എൻ്റെ വിലയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൽ ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സർവ്വദേശം ഞങ്ങളെ സ്വർഗീയമായ വസ്യപിതാവ് അപസ്തലികളത്തോട് എല്ലാ വിശുദ്ധരും ഇതിൽ പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളെ വേണ്ടി ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ കരങ്ങളെ ഏറ്റുപിടിച്ച് ഇഷ്ടപ്പെടിപ്പിച്ച സ്വർഗസ്നായ പ്രാർത്ഥന ഏറ്റുമില്ല. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങ് രാജ്യം വരണം. അങ്ങേ സ്വർഗത്തിലേക്ക് അന്ന് വേണ്ട കാലം ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങൾ തെറ്റു ചെയ്യുന്നത് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റുകൾ ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണം. ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം അനുഗ്രഹപരമായ പ്രത്യാശ ഞങ്ങൾ യേശുവിനെ ആഗമന പ്രതീക്ഷിക്കുന്നു. അങ്ങേ കരുണയുടെ സഹായത്തിൽ ഞങ്ങളെല്ലാവരും ശക്തിവാസം ഞങ്ങളെപ്പോഴും പാപമോചനാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നങ്ങേ പുസ്തകം മനസ്സിലാക്കാം. കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെ ലഭിക്കും. അങ്ങേ സഭയുടെ ശ്വാസത്തിൽ അങ്ങേ തിരുവുള്ളവനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം ഐക്യവും എന്നും ജീവിക്കുകയും പാടുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കണേ. പരിശുദ്ധ കർത്താവിന്റെ സമാധാനം ആശംസിക്കാം.
സർവശക്തനായ ദൈവമേ, സ്വർഗീയ ദാനത്തിന്റെ പ്രവർത്തനം ഞങ്ങളുടെ മനസ്സുകളിൽ ശരീരത്തിലും നിലനിൽക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ അനുഭവങ്ങളെല്ലാം പിന്നെയും അതിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയെന്ന് ഞങ്ങളിൽ നിറഞ്ഞു കവിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന